സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. ഓക്കെ, ക്യൂൻ ഓഫ് സോൾസാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇത് ടവർ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബോട്ടം ഓഫ് ഡെക്ക് വന്നിട്ടുള്ളത് ദ ഡബിളാണ്. ഇത്രയും കാർഡാണ് ഞാൻ എടുത്തത്. 6 കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ വ്യക്തി ഒരു ആക്ഷൻ എടുക്കണം എന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഒരു എന്താ പറയുക, ഒരു ന്യൂ ബിഗിനിങ് വേണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ആക്ഷൻ എടുക്കണം. പക്ഷെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വെയിറ്റിംഗ് എനർജിയിലാണ്. മാത്രമല്ല ഇത് ടവർ മൂവ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ടവർ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ട്രാൻസ്ഫർമേഷൻ ആണ്. നിങ്ങളുടെ ലവ് ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ നടക്കാൻ പോകുന്നു. ചിലപ്പോൾ 5/5 5/5 അങ്ങനെയൊക്കെ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുകയാണെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ആണ്. മാത്രമല്ല നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർ റൊമാൻറ്റിക് മൂഡിലാണ് എന്ന് പറയാം. അവർക്ക് നിങ്ങളോട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് പെരുമാറണം, നിങ്ങളോട് കപ്പ് ഓഫർ ചെയ്യണം എന്നൊക്കെ ആ ഒരു ചിന്തയുണ്ട്. പക്ഷേ നിങ്ങളെ വിട്ടുപോയതിൽ അവർ ഭയങ്കര വിഷമിക്കുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അവർ നിങ്ങൾ കോളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, ബ്ലോക്കായിരിക്കാം. പക്ഷെ ആ വ്യക്തി ആക്ഷൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തത് നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ അടിക്കടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു ബ്ലോക്കേജാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി ബ്ലോക്ക് ചെയ്ത് പോയതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മാറി മറിയാൻ പോവുകയാണ് എന്ന് ഇവിടെ സൂചന നൽകുന്നുണ്ട്. ഇത് ഡബിളാണ് വന്നിരിക്കുന്നത്. ഡബിൾ എന്ന് പറഞ്ഞാൽ പാഷൻ ആൻഡ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള അഡിക്ഷൻ, അതിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ആ വ്യക്തിക്ക് വേറെയും അഡിക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സൂചിപ്പിക്കും. ഇത് എംപററാണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ഡെക്കിൻ്റെ താഴെ എംപറർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു മെച്യൂരിറ്റി പേഴ്സൺ തന്നെയാണ്. ഓക്കെ, ഒരു നല്ലൊരു മെച്യൂരിറ്റിയാണ്. ആ വ്യക്തി എടുക്കുന്ന തീരുമാനം വളരെ പ്യുവറായിരിക്കും എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഏസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ന്യൂ ബിഗിനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. വേറൊന്നും ഇതിൽ കാണുന്നില്ല, നെഗറ്റീവായിട്ടുള്ളതൊന്നും കാണുന്നില്ല. പക്ഷേ അവർ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷന്. എന്താണ് ഡിവൈൻ ഗൈഡൻസ് നൽകുന്നതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിൽക്കരുത്. ഓക്കെ, യെസ്, നിങ്ങൾ സ്വന്തം കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോകുക. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അതായത്
നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അഡ്വാൻസ് എടുക്കാം. അത് പോസിറ്റീവ് ആണെങ്കിൽ എടുക്കണം, നെഗറ്റീവ് ആണെങ്കിൽ എടുക്കരുത്. നിങ്ങളെ മൈൻഡിൽ തന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, എന്താണ് നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെ കൈകാര്യം നിങ്ങൾ ചെയ്യുക. പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നോയ്സൊക്കെ ഉണ്ടാവും, സോറി. ഓക്കെ, അപ്പോൾ പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവർ നിങ്ങൾ അവർ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിർത്തണം, നിങ്ങളുടെ എനർജി കൊടുക്കുന്നത് നിർത്തണം എന്നാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോകുക. ഈ വരണ്ട ഭൂമിയിൽ എന്താ ചെയ്യുക, പച്ചപ്പ് കൊണ്ടുവരിക എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ ആ വരണ്ട ഒരു ഭൂമിയിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. വരുന്നത് വരട്ടെ എന്നുള്ള ആ ഒരു ലെറ്റ് ഗോ മൂഡിൽ പോകുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത്രയും ഗൈഡൻസ് ആണ് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു, ഗോഡ് ബ്ലസ് യു ആൾ. ഇന്ന് ഞാൻ ലൈവിൽ വരാൻ നോക്കട്ടോ. ബായ്.